കഴിഞ്ഞ ദിവസം ന്യൂസ് ചാനലുകൾ നിങ്ങൾ വാർത്ത കണ്ടിട്ടുണ്ടാവും. ഒരു 2 വയസ്സായ കുഞ്ഞ് ഒരു കാർ അപകടത്തിൽ മരണപ്പെടുന്നു. എൻ്റെ തൊട്ടപ്പുറത്ത് 5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ സംഭവം നടക്കുന്നത്. ഒരു കാറും ടാങ്കറിലോടെയും തമ്മിൽ ആക്സിഡന്റ് ആവുന്നു. എയർ ബാഗ് വന്നിട്ട് കുട്ടിയുടെ മുഖത്തടിച്ചിരുന്ന കുട്ടി ശ്വാസം മുട്ടിയിട്ട് മരണപ്പെടുന്നു. നമ്മൾ പലരും യാത്ര ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റാണ് നമ്മുടെ പിഞ്ചു മക്കളെ നമ്മൾ മടിയിലിരുത്തിയിട്ട് താലോലിച്ചുകൊണ്ടാണ് ഈ വാഹനങ്ങളിൽ യാത്ര ചെയ്യാറ്. ഇന്നു മുതൽ എൻ്റെ ചാനൽ കാണുന്ന എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകർ നിങ്ങൾ തീരുമാനം എടുക്കണം. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ കുട്ടികളെ മടിയിലിരുത്തില്ല എന്ന്. കാരണം 350 കിലോമീറ്റർ സ്പീഡിലാണ് ഈ എയർ ബാഗ് വന്നടിക്കുന്നതിന് ഒരു ഓർമ്മപ്പെടുത്തലോട് കൂടി കാർലെറ്റ് ബൈ ട്രൂ ചോയ്സിന്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനീസ്. നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്ന മലപ്പുറം ജില്ലയിലെ മക്കരപ്പറമ്പാണ്. മക്കരപ്പറമ്പിൽ നിന്ന് 2 കിലോമീറ്റർ ഉള്ളോട്ട് കയറിയിട്ട് വെള്ളാട്ടുപറമ്പ് എന്നുള്ള വിജനമായ കുന്നും പ്രദേശം നമ്മുടെ ഷോറൂം ലൊക്കേറ്റ് ചെയ്യുന്നത്. ഒരുപാട് പുതിയ കളക്ഷൻസ് ആണ് നമുക്ക് ഈ ഒരു ഓണത്തിന് ശേഷം നമുക്ക് കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുള്ളത്. ടാറ്റയുടെ നെക്സോൺ, ടെറാനോ, അതേപോലെ എക്കോ സ്പോർട്ട് തുടങ്ങിയ ഒട്ടനവധി കോമ്പാക്ട് SUV ടൈപ്പ് വാഹനങ്ങൾ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. പുതിയ ഏകദേശം 7-8ഓളം വാഹനങ്ങളാണ് SUV സെഗ്മെന്റിൽ മാത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ സ്റ്റോക്ക് കയറിയിട്ടുള്ളത്. അതിനകത്ത് ഓട്ടോമാറ്റിക്കും 7 സീറ്റും 5 സീറ്റ് വാഹനങ്ങളും ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ അടുത്ത് പുത്തൻ കളക്ഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിനകത്ത് കാറ്റലോഗിൽ ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. മൊത്തം വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് ഏകദേശം 300ഓളം വാഹനങ്ങളുടെ നീണ്ടൊരു കളക്ഷൻ തന്നെ ഇവിടെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്കും അതേപോലെ തന്നെ മാനുവലൊക്കെ സെപ്പറേറ്റ് സെക്ഷനായിട്ട് തന്നെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ എവിടെ മുതൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ കസ്റ്റമേഴ്സിനും എവിടെയുള്ളവരാണെങ്കിലും ഏത് മുക്കിലും മൂലയിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് ലോൺ സൗകര്യം അതേപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് വാഹനം ഡെലിവറി ചെയ്ത് തരാം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സർവീസിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 10-12 വാഹനങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ അടുത്ത വാഹനം ടാറ്റയുടെ 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു വാഹനം, ടാറ്റ നെക്സോൺ 2020 മോഡൽ എക്സെറ്റ് പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ KL30 ചെങ്ങന്നൂർ രജിസ്ട്രേഷൻ എന്ന വാഹനം. ചെങ്ങന്നൂർ രജിസ്ട്രേഷൻ കാണുമ്പോൾ ഫ്ലഡ് ഉണ്ടാവുന്ന പറയുന്ന സംശയം ഉണ്ടാവും. 2020 ആണ്. 2018 ചെങ്ങന്നൂർ ഫ്ലഡ് ഉണ്ടായിരുന്നത്. ഇത് 20 മോഡലായത്. ഫ്ലഡിനൊക്കെ ശേഷം വാഹനം ഇറങ്ങിയിട്ടുള്ളത് ഡുവൽ ടോണിൽ നിൽക്കുന്ന ഒരു വാഹനമാണ്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. നല്ല ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്നു. എക്സെറ്റ് പ്ലസ് എന്നതുകൊണ്ട് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സൺറൂഫ് ഒഴിച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 80,000 കിലോമീറ്ററാണ് വാഹനം നിലവിൽ റൺ ചെയ്തിട്ടുള്ളത്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, അലോയ് വീൽസ് വരുന്നുണ്ട്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിങ്, ഓട്ടോ ക്ലൈമറ്റ്, AC, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഒരു നാവിഗേഷനൊക്കെ അടങ്ങിയ ചെറിയൊരു ഡിസ്പ്ലേ വന്നിട്ടുണ്ട്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കാര്യങ്ങളും എല്ലാം ഉള്ള ടാറ്റയുടെ നല്ലൊരു കുറ്റിയുറപ്പുള്ള ഒരു വാഹനം എന്ന് പറയപ്പെടുന്ന ഒരു 15 to 16 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു അടിപൊളി വാഹനം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. ആ ഒരു ഗ്രാഫിക് ഡിസൈൻ, ഡാഷ്ബോർഡിൻ്റെ ഒരു ഗ്രാഫിക് ഡിസൈൻ നല്ല വെറൈറ്റി ആയിട്ട് അടിപൊളി ലുക്ക്, ഒരു പ്രീമിയം ലുക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ ചെറിയൊരു ഡിസ്പ്ലേ ഒക്കെ ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം റിവേഴ്സ് ക്യാമറയും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഓട്ടോ ക്ലൈമറ്റ്, AC കാര്യങ്ങളെല്ലാം അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സാധാരണ ഇതിൽ ഈ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ ചെറിയ നമുക്കൊരു ഡിസ്പ്ലേ ആണോ എന്നൊരു തെറ്റിദ്ധാരണ വരും. ഇതൊരു ഡിസ്പ്ലേ അല്ല, ഒരു ഡെമ്മി മാത്രമാണ്. ഇതിൻ്റെ ഈ ഫാനിൻ്റെ സ്പീഡ് അതേപോലെ തന്നെ AC-ൻ്റെ ഒക്കെ ആ ഒരു ടെമ്പറേച്ചറെല്ലാം കാണിക്കുന്നത് ഈ ഒരു ഡിസ്പ്ലേയിലായിരിക്കും. അപ്പോൾ പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട്, എന്താ വർക്ക് ചെയ്യാത്തതെന്നൊരു ചിലപ്പോൾ തെറ്റിദ്ധാരണ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഇത് ഡെമ്മി മാത്രമാണ്, വേറെ വർക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇന്റീരിയർ ഭാഗം നല്ല നീറ്റായിട്ട് നിൽക്കും. സിറ്റി മോഡ്, എക്കോ മോഡ്, സ്പോർട്ട് മോഡ് എന്നുള്ള 3 മോഡിൽ നമുക്ക് ഈ ഒരു വാഹനം യൂസ് ചെയ്യാൻ സാധിക്കും. ഒരു പിന്നെ ഗ്ലോ ബോക്സ് ഒക്കെ, ഈ ഒരു ഗ്ലോ ബോക്സ് അല്ല, ഒരു പിന്നെ സ്പേസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഹാൻഡ് റെസ്റ്റും അത്യാവശ്യം നല്ല കമ്പനി ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയാണ് അതൊക്കെ ബിൽഡ് ചെയ്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഹാർമണ്ട നല്ല അടിപൊളി മ്യൂസിക് സിസ്റ്റം ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് വർക്ക് കാര്യങ്ങളൊന്നും പെൻഡിങ് ഇല്ലാത്തൊരു വാഹനം കൂടിയാണിത്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 ആവറേജ് ടയേഴ്സ് കിടക്കുന്നുണ്ട്. ഒരു 50-60% ടയേഴ്സും കിടക്കുന്നുണ്ട്. ന്യൂ ഷേപ്പിൽ വരുന്നൊരു വാഹനമാണ്. സാധാരണ 2019 വരെ ഹോൾഡ് ഷേപ്പാണ് നെക്സോൺ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫേസ് ലിഫ്റ്റ് ഒക്കെ വന്നതിന് ശേഷമുള്ള മോഡലാണിത്. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറോണ്ട് പേസ്റ്റിങ് കാര്യങ്ങളെല്ലാം സ്റ്റോക്ക് കണ്ടീഷനാണ്. ഡാമേജ് കാര്യങ്ങളില്ല. ബോണറ്റിൻ്റെ പേസ്റ്റിങ് ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. വേറെ ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ടർബോ വരുന്ന എഞ്ചിനും കൂടി. ടർബോ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു സൈഡിൽ പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഇതിനും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. വേറെ നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാനില്ലാത്ത പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടില്ല. നല്ലൊരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 7 ലക്ഷം രൂപ നെറ്റ് പ്രൈസോട് കൂടി. 7 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 0 ഡൗൺ പേയ്മെന്റിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണിത്. ഏകദേശം 5 വർഷത്തേക്കായിരിക്കും ഇതിന്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഒരു 15,500 റേഞ്ചിലൊക്കെയാണ് ഇതിന്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഹോണ്ടയുടെ ഒരു സഡാൻ വാഹനങ്ങളും CNG അഡീഷണൽ ആഡ് ചെയ്തുള്ള ഹോണ്ട സിറ്റി VX എന്നുള്ള വേരിയന്റിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വാഹനം. സെക്കൻഡ് ഓണർഷിപ്പിൽ 90,000 കിലോമീറ്റർ ഓടിയുള്ള KL40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ എന്ന വാഹനമാണ്. VX എന്നുള്ള വേരിയന്റിനകത്ത് മാത്രം സൺറൂഫ് വരുന്നുള്ളത്. ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ് ആണ്. അലോയ്സ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട്, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, ലെതർ സീറ്റ് കാര്യങ്ങൾ എല്ലാം വരുന്ന ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. 20-25 കിലോമീറ്റർ നമുക്ക് CNG മൈലേജും പ്രതീക്ഷിക്കാമെന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത.
പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് സാധാരണഗതിയിൽ ഈ വാഹനത്തിന് ഒരു 13-14 റേഞ്ചിൽ മാത്രമാണ് നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്നത്. അതും മാനുവൽ ഗിയർ ബോക്സ് ആയതുകൊണ്ട് മാത്രമാണ് അത്രയും മൈലേജ് കിട്ടുന്നത്. ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ പെട്രോൾ എഞ്ചിനിൽ 10-12 റേഞ്ചിൽ മാത്രം മൈലേജ് പ്രതീക്ഷിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഈ ഒരു വാഹനം CNG ഫിറ്റ് ചെയ്തുകൊണ്ട് മാത്രം 20-22 കിലോമീറ്റർ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി CNG ഫിറ്റ് ചെയ്തുകൊണ്ട് സാധാരണ CNG വാഹനങ്ങൾക്ക് ഇതിൻ്റെ പിന്നെ CNG ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഡിക്കി സ്പേസ് നഷ്ടപ്പെട്ടു പോകുന്നുള്ളൊരു പ്രശ്നം സാധാരണ ഇതിൽ വരാറുണ്ട്. പക്ഷേ ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഡിക്കി സ്പേസ് അത്യാവശ്യം നല്ല വലിയ സൈസുള്ള ഡിക്കി ആയതുകൊണ്ട് ഇത്രയും സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഡിക്കിക്ക് അധികം സ്പേസ് നഷ്ടപ്പെട്ടില്ല, CNG ഫിറ്റ് ചെയ്തുകൊണ്ട് അധികം സ്പേസ് നഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ എടുത്ത് പറയേണ്ട കാര്യം. അത്യാവശ്യം വേണ്ട സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. വാഹനം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ എക്സ്റ്റീരിയർ ഭാഗങ്ങളിലൊന്നും ഡാമേജ് കാര്യങ്ങൾ പരിക്ക് കാര്യങ്ങളും ഒന്നും തന്നെ വന്നിട്ടില്ല. നല്ല രീതിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട്. അധികം പെയിൻറ്റിങ് വർക്കോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇൻറ്റീരിയറിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ എക്സ്റ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്ത അതേപോലെ തന്നെ ഇൻറ്റീരിയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കമ്പനി സീറ്റ് കവറാണ്, VXനകത്ത് കൊടുക്കുന്ന സീറ്റ് കാര്യങ്ങളെല്ലാം ആണിത്. പിന്നെ അതേപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ക്രൂയിസ് കൺട്രോൾ, ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി, ഇൻഫോടൈൻമെന്റ് സിസ്റ്റം, സേഫ്റ്റി ഫീച്ചറായിട്ട് ഡുവൽ എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വിശാലമായിട്ടുള്ള ഡാഷ്ബോർഡാണ്. ഏറ്റവും കൂടുതൽ ഹോണ്ടയിൽ യാത്രാ കംഫർട്ട് കിട്ടുന്ന ഒരു വാഹനമാണ് ഹോണ്ട സിറ്റി. അതേപോലെ തന്നെ ഈ സെഗ്മെന്റിൽ അതേ വരുന്ന വാഹനമാണ് മാരുതിയിൽ നോക്കുകയാണെങ്കിൽ മാരുതിയുടെ സിയാസ്. രണ്ടും ആ ഒരു റോഡ് പ്രസൻസിലെ റോഡിൽ പതുങ്ങി ഇരിക്കുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും ആ ഒരു ഉള്ളിലേക്കൊരു പിന്നെ ഷെയ്ക്കിങ്ങോ കാര്യങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ നല്ല രീതിയിൽ യാത്രാ കംഫർട്ട് ലഭിക്കുന്നതാണ് ഈ ഒരു രണ്ട് വാഹനങ്ങളുടെയും ഏറ്റവും വലിയ പ്രത്യേകത. അതിനകത്ത് ഹോണ്ടയുടെ വാഹനം ഒന്നും കൂടി കംഫർട്ട് കൂടുന്നതാണ് പിന്നെ ഈ സിയാസിനെറ്റൊക്കെ മാരുതിയുടെ സിയാസിനെറ്റൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യുന്നത്. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ബാറ്ററി റീസെൻ്റ്ലി റീപ്ലേസ് ചെയ്തതാണ്. വേറെ ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. ക്രോസ് ബമ്പറോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ സൈഡ് പേസ്റ്റിങ്ങോ കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളൊന്നുമില്ല. CNGൻ്റെ മൊഡ്യൂൾസാണ് ഈ കിടക്കുന്നതെല്ലാം. അതിൻ്റെ ECM കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ECM കാര്യങ്ങളെല്ലാം ഇവിടെ ഫിറ്റഡാണ്. പിന്നെ അതിൻ്റെ ഇഞ്ചക്ടർ കാര്യങ്ങളെല്ലാം ആണ് ഈ ഒരു കിടക്കുന്ന ഭാഗങ്ങൾ. അപ്പോൾ അതെല്ലാം ഓൾറെഡി സാധനം എല്ലാ പാർട്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. കഴിഞ്ഞ ഒരു CNG വാഹനം നമുക്ക് ചെറിയൊരു അനുഭവം ഉണ്ടായത്. നമ്മൾ CNG വാഹനം കൊടുത്തിട്ട് പുറത്തൊരു സർവീസിന് കൊടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ട് ഈ സർവീസ് സെൻ്ററിൻ്റെ ടീം പറഞ്ഞത് ഇതിൻ്റെ ECM ഇല്ല, പിന്നെ അതേപോലെ തന്നെ മൊത്തം സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം മാറ്റണം, ഒരു 30,000 രൂപയുടെ കോസ്റ്റ് വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ മൊത്തം അതിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളെല്ലാം എടുത്തിട്ട് എനിക്ക് ആ കസ്റ്റമറോട് തിരിച്ചേക്കാം. നമ്മൾ വാഹനം എടുത്തുകൊണ്ട ഒരു കസ്റ്റമറാണ് സർവീസിന് CNGയുടെ സർവീസിന് വേണ്ടിയിട്ടൊരു പിന്നെ ഷോപ്പ് പോയതായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ CNGയുടെ ഷോപ്പിൽ പറഞ്ഞു ഒരു 30,000 രൂപയുടെ പണിയുണ്ട്, ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളെല്ലാം മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. ഞാൻ മൊത്തം ഒരു വീഡിയോ എടുത്തിട്ട് കസ്റ്റമർ കൊണ്ട് തിരിച്ചിങ്ങോട്ട് അയപ്പിക്കാൻ പറഞ്ഞു. എൻ്റെ തൊട്ടടുത്തുള്ള അറിയുന്ന സുഹൃത്തിനെ കൊണ്ട് CNGയുടെ ആളെ കൊണ്ട് ഞാനത് ചെക്ക് ചെയ്തപ്പോൾ ഈ പറഞ്ഞ പാർട്സ് മിസ്സിംഗ് ആണെന്ന പാർട്സ് എല്ലാം അതിനകത്തുണ്ട്. ഒരു 4,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപയുടെ വർക്ക് മാത്രം അതിനകത്ത് പെൻഡിങ് ഉണ്ടായിരുന്നു. ഒരു ഇഞ്ചക്ടർ എന്തോ മാത്രം മിസ്സിംഗ് ഉണ്ടായിരുന്നു. അതിനവർ 30,000 രൂപ ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും CNG പരമായിട്ടുള്ള എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ CNG പുതിയത് ഫിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ CNG പിന്നെ നിലവിലുള്ള CNGക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അറിയുന്ന നല്ലൊരു ടീമുണ്ട്, വിശ്വസനീയമായിട്ടൊരു ടീമുണ്ട്. അപ്പോൾ അവരായിട്ടാണ് ഞാൻ ഇപ്പോൾ CNGയുടെ ആവശ്യങ്ങൾക്കെല്ലാം കണക്ട് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ, അവരുടെ ഡയറക്റ്റ് നമ്പർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോന് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് അവരെ കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ എന്നെ വിളിച്ചാലും മതി. അപ്പോൾ ഈ ഒരു വാഹനം വരുന്നത് 2016 മോഡൽ വരുന്നൊരു വാഹനമാണ്. സിറ്റി VX എന്നുള്ള വരുന്ന വാഹനം 93,000 കിലോമീറ്റർ ഓടിയുള്ള വാഹനമാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ഈ ഒരു വാഹനത്തിന് വില വരുന്നത് 6,55,000 രൂപയാണ്. ഒരു 6 ലക്ഷം വരുന്നതിനകത്ത് നമുക്ക് ഫിനാൻസ് സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസക്കാലയോടുകൂടി ഏകദേശം ഒരു 13 സംതിങ് വെച്ചിട്ടാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു ഹോണ്ടയുടെ 7 സീറ്റ് വാഹനമാണ്. ഹോണ്ട മൊബീലിയോ 2015 മോഡൽ വരുന്ന പെട്രോൾ എഞ്ചിന് വളരെ ലോ കിലോമീറ്റർ ഓടിയുള്ള വാഹനം. വെറും 21,000 കിലോമീറ്റർ ഓടിയുള്ള S എന്നുള്ള വരുന്ന വാഹനം. കറക്റ്റ് സർവീസ് കാര്യങ്ങളെല്ലാം പ്രോപ്പർ പോയിട്ടുള്ള KL 32 ചേർത്തല രജിസ്ട്രേഷനിൽ ഒരു വാഹനമാണ്. S എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ വേരിയൻ്റാണ്. അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ 9 വർഷം കൊണ്ട് 21,000 കിലോമീറ്റർ മാത്രമേ ഈ ഒരു വാഹനം റൺ ചെയ്തിട്ടുള്ളൂ എന്നുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. ആ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു പഴക്കത, ആ ഒരു പിന്നെ കളറിങ് തന്നെ കണ്ടാൽ മനസ്സിലാവും. നിങ്ങൾക്ക് ആ വാഹനം പുറത്തിറക്കാതെ ഏതോ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ പിന്നെ എടുത്തു വെച്ചൊരു വാഹനം, വെയിൽ പോലും തട്ടിയിട്ടില്ല. കാരണം അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നത്. വേറെ ഒരു ഭാഗത്തോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്നൊരു ഹോണ്ട മൊബീലിയോ S എന്നുള്ള വരുന്ന വാഹനം. IVTEC എഞ്ചിനിൽ ഇരുന്ന വാഹനം കൂടിയാണ്. IVTEC എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് പണികളോ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കും വേണ്ട. നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എക്സ്റ്റീരിയർ ഭാഗങ്ങളൊന്നും അധികം റീപെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 70-75% ടയേഴ്സ് കിടക്കുന്നുണ്ട്.
വേറെ എടുക്കുന്ന ഒരാൾക്ക് ഒരു പണിയോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു വാഹനം. എസ് എന്നുള്ള വേരിയൻ്റ് ആയതുകൊണ്ട് തന്നെ 4 ഡോർ പവർ വിൻഡോ, AC പവർ സ്റ്റാരിങ്, കമ്പനി സ്റ്റീരിയോ, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിന് വന്നിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി സീറ്റ് വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി സ്റ്റീരിയോ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് ഇതിനകത്തൊന്നും വന്നിട്ടില്ല. എയർ ബാഗോ ABS കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഇന്റീരിയർ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. വേറെ കാര്യപ്പെട്ട ഡാമേജും കാര്യങ്ങളൊന്നുമില്ല. ഡോർ പാഡൊക്കെ നല്ല വൃത്തിയിൽ നിൽക്കുന്നുണ്ട്. ഡാഷ്ബോർഡിനകത്ത് ചെറിയൊരു ഗമ്മിന്റെ പ്രശ്നം ഉണ്ടെന്നല്ലാതെ വേറെ കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നുമില്ല. സെൻട്രൽ ലോക്കിംഗ് വരുന്നുണ്ട്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, മിറർ ഫോൾഡിങ്, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന ഒരു അടിപൊളി ലോ കിലോമീറ്ററിൽ നിൽക്കുന്ന പെട്രോൾ എഞ്ചിനിൽ നിന്ന് വെക്കുന്ന വാഹനം. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. അപ്പുറം ഭാഗങ്ങൾക്ക് ഡാമേജ് ഇല്ല, ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ എവിടെയും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഓയിൽ ലീക്ക് ഇല്ല. ബോണറ്റിൻ്റെ പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിൽ ബോണറ്റിൻ്റെ ഈ ഒരു തുമ്പത്ത് ചെറിയൊരു വർക്ക് നടന്നിട്ടുണ്ട്. ഇത്രയും ഭാഗത്ത് ചെറിയൊരു ഡെൻറ്റിങ് വർക്ക് നടന്നിട്ടുണ്ട്. അത് അകത്തേക്കോ അല്ലെങ്കിൽ മറ്റോ സൈഡിലേക്കോ കാര്യങ്ങൾക്കൊന്നും പരിക്കില്ല. ഈ ഒരു വിരലിൻ്റെ അത്രയും വലുപ്പത്തിൽ ചെറിയൊരു മടക്ക് വന്നിട്ട് അതൊന്ന് ലെവൽ ചെയ്തിട്ടുണ്ട്. മാത്രം ചെറിയൊരു നെഗറ്റീവായിട്ട് ഈ ഒരു വാഹനത്തിനകത്ത് പറയാനുള്ളൂ. അല്ലാത്ത രീതിയിലുള്ള ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 4,85,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി 4 ലക്ഷം വരെ നമുക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ 85,000 രൂപ ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ കയ്യിൽ ക്യാഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 7 സീറ്റ്, അതും ലോ കിലോമീറ്ററിൽ നിൽക്കുന്ന ഒരു 7 സീറ്റ് വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതും 4 വർഷത്തെ മാസ കാലയളവോടുകൂടി ഏകദേശം ഒരു 10,500 റേഞ്ചിലാണ് ഇതിന്റെ EMI. പെട്രോൾ നമ്മൾ 7 സീറ്റ് വാഹനം കാണിച്ചു. നോർമൽ റണ്ണിങ്ങുള്ളവർക്ക് പെട്രോൾ വാഹനങ്ങൾ മതി. കുറച്ചധികം റണ്ണിംഗ് ഉണ്ട്, മൈലേജ് കുറച്ച് കൂടുതൽ വേണം തോന്നുന്നവർക്ക് ഡീസൽ എഞ്ചിൻ നല്ല അടിപൊളി 7 സീറ്റ് വാഹനം, അതും എർട്ടിഗ ഹൈബ്രിഡ്, സെമി ഹൈബ്രിഡ് എഞ്ചിനിൽ ഇറക്കുന്ന ഒരു വാഹനം കിടക്കുന്നുണ്ട്. 2016 രജിസ്ട്രേഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ 95,000 കിലോമീറ്റർ ഓടില്ല. KL 30 ചെങ്ങന്നൂർ രജിസ്ട്രേഷനിൽ നിന്ന് മറ്റൊരു വാഹനം കൂടി. ചെങ്ങന്നൂർ രജിസ്ട്രേഷൻ വാഹനങ്ങൾ കുറച്ചധികം കൂടുതൽ കാണുന്നുണ്ട്. VD എന്നുള്ള വേരിയൻ്റാണ് വരുന്നത്, മിഡിൽ ഓപ്ഷൻ വേരിയൻ്റ് ആണ്. സിംഗിൾ ഓണർഷിപ്പിൽ പ്രോപ്പർ കമ്പനി സർവീസ് മാത്രം പോയിട്ടൊരു വാഹനം. ഇപ്പോൾ 90,000 കിലോമീറ്റർ കഴിഞ്ഞേ ഉള്ളൂ. 95,000 ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഒരു 5,000 കൂടി കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോറൂമിൽ തന്നെ അടുത്തൊരു സർവീസ്, നോർമൽ സർവീസ് ചെയ്യാം. പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട്, 1 lakh ആയി കഴിഞ്ഞാൽ ഒരു മേജർ സർവീസ് ഒക്കെ ഈ ഒരു വാഹനത്തിനകത്ത് മാരുതിയുടെ വാഹനങ്ങൾക്ക് ചെയ്യണം എന്നുള്ള ചെറിയൊരു തെറ്റിദ്ധാരണ ഉണ്ട്. അങ്ങനെ പിന്നെ മേജർ 1 lakhനകത്ത് തന്നെ കറക്റ്റ് മേജർ സർവീസ് ചെയ്യണം എന്നുള്ളൊരു റൂളോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ ഇപ്പോൾ ഒരു വാഹനത്തിന് അതിന് എഞ്ചിൻ്റെ പിന്നെ ഭാഗത്തു നിന്നുള്ള ടൈമിംഗ് ചെയിനിൻ്റെ സൗണ്ട്, അതായത് നമ്മൾ ബൈക്കിൻ്റെ ഒക്കെ ചെയിൻ അടിക്കുന്ന പോലെ ചെയിൻ അടിക്കുന്ന ഒരു ഫീല് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം, അത് എപ്പോഴാണ് വരുന്നത് അപ്പോൾ മാത്രം നിങ്ങൾ ആ ടൈമിംഗ് ചെയിൻ മാറ്റി കൊടുത്താൽ മതി. അത് ചിലപ്പോൾ ചില വാഹനങ്ങൾക്ക് 75,000 കിലോമീറ്ററിൽ വരും, ചില വാഹനങ്ങൾ 50,000 കിലോമീറ്ററിൽ വരുന്നുണ്ട്, ചില വാഹനങ്ങൾ 1.5 ലക്ഷം കിലോമീറ്റർ വരെ പോകുന്നുണ്ട്. അപ്പോൾ അത് വാഹനത്തിന് എപ്പോഴാണോ അതിന് കംപ്ലൈൻറ്റ് വരുന്നത് അപ്പോൾ മാത്രം നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി. കറക്റ്റ് പ്രോപ്പർ സർവീസ് പോയിട്ടൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ, പോകുന്നൊരു വാഹനമാണെങ്കിൽ അതൊരു 1.40, 1.5 ലക്ഷത്തിലേക്ക് മാത്രം നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി. കറക്റ്റ് ഒരു 10,000 വെച്ചിട്ട് ഓയിൽ സർവീസ് പോയിട്ടുള്ളൊരു വാഹനമാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരു 1 lakhിലൊന്നും മേജർ സർവീസ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഷോറൂമിൽ നിന്ന് ചിലപ്പോൾ മേ ബി അവർ പറയുന്നുണ്ട് 1 lakhിലൊക്കെ ചെയ്തോളൂ എന്ന് പറയുന്നുണ്ടോ, പക്ഷേ അതിൻ്റെ ആവശ്യം ശരിക്കില്ല. അങ്ങനെ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും എഞ്ചിൻ പരമായിട്ടുള്ള സൗണ്ട് വ്യത്യാസം വരുമ്പോൾ മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഒരിക്കലും പിന്നെ സൗണ്ട് വ്യത്യാസം വന്ന പാടത്തന്നെ അത് പൊട്ടി കുടുങ്ങി പോകുന്നു, അല്ലെങ്കിൽ എഞ്ചിൻ ഡാമേജ് ആയി പോകുന്നു, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഒരു സൗണ്ടൊക്കെ വന്ന് തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് ആ സാധാരണ മേ ബി ചെയിൻ പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. സൗണ്ട് വന്നതിന് ശേഷം നിങ്ങൾ കണ്ടിന്യൂസ് അങ്ങനെ വാഹനം ഒരു 10,000 കിലോമീറ്റർ ഓടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ചിലപ്പോൾ ആ ടൈമിംഗ് ചെയിൻ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇൻ കേസ് എന്തെങ്കിലും സൗണ്ട് വ്യത്യാസം വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ചെയിൻ ഒന്ന് മാറ്റി കൊടുക്കാമെന്ന് മാത്രം. പിന്നെ ടാപ്പറ്റും ഇതേപോലെ ടാപ്പറ്റ് അടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ടാപ്പറ്റ് മാറ്റി കൊടുക്കുക. അതാണ് ഈ മേജർ സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാത്ത ബാക്കിയുള്ള കോമ്പണൻസ് ഒക്കെ സെയിം നോർമൽ സർവീസ് ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വാഹനം മറ്റുള്ള ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല, വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയിൽ നിൽക്കുന്നൊരു വാഹനം. എക്സ്റ്റീരിയർ ഭാഗങ്ങളിലൊന്നും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ഒരു ഗ്രാഫിക് ഡിസൈനൊക്കെ ഇതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡോർ സ്റ്റെപ്പ് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ടൈൽ ലാമ്പിനകത്തൊക്കെ ഒരു ക്രോം ഫിറ്റിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ബാക്കിൽ വലിയ റട്ടിക്ക നല്ലൊരു ക്രോം ഫിറ്റിംഗ് വന്നിട്ടുണ്ട്. വേറെ കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു വെറൈറ്റി കളറിലും കൂടി നിൽക്കുന്നൊരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗം കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കവറൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ട്, ഹാൻഡ് റെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വന്നിട്ടുണ്ട്. വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, ABS വരുന്നുണ്ട്, സെൻട്രൽ AC വരുന്നുണ്ട്. അത്യാവശ്യം ഇന്റീരിയർ സ്പേസ് ഉള്ള ഒരു വാഹനമാണ് എർട്ടിഗ. നമ്മൾ 7 സീറ്റ് വാഹനങ്ങൾക്ക് സാധാരണ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്താ വെച്ചാൽ സീറ്റിന്റെ നമ്മുടെ ലെഗ് സ്പേസ് കുറവായിരിക്കുമല്ലോ. പക്ഷേ എർട്ടിഗക്ക് അത്യാവശ്യം നമുക്ക് ലെഗ് സ്പേസ് കിട്ടുന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. സ്റ്റിയറിംഗ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഡോർ പാഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയിൽ നിൽക്കുന്നു. കാര്യപ്പെട്ട ഡാമേജും പരിക്ക് കാര്യങ്ങളൊന്നും ഇന്റീരിയർ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. 20 കിലോമീറ്റർ ടു 22 കിലോമീറ്റർ വരെ നമുക്ക് മൈലേജ് ലഭിക്കുന്നതാണ് സെമി ഹൈബ്രിഡ് എഞ്ചിൻ ആയതുകൊണ്ട് ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. എഞ്ചിൻ ഭാഗം കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും അപ്രോണോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല, ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല, പേസ്റ്റിങ്ങോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല, ഓയിൽ ലീക്ക് ഇല്ല. ഈ ഒരു സൈഡും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. വേറെ കാര്യപ്പെട്ട ഡാമേജും പരിക്ക് കാര്യങ്ങളും ഒന്നുമില്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള
ഒരു അടിപൊളി വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 6,30,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി. ഒരു 5,50, 5,70 വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസ കാലയളവോടുകൂടി ഏകദേശം ഒരു 12 to 13 രൂപ റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ഒരു 0 ഡൗൺ പേയ്മെന്റ് ലഭിക്കുന്ന ഒരു വാഹനം കൂടിയാണ്. ഡുവൽ ടോണിൽ നിന്നൊരു വെറൈറ്റി കളറിൽ നിൽക്കുന്ന ഒരു വാഹനം 2016 മോഡൽ ടിയാഗോ എക്സെറ്റ് എന്നുള്ള വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 50,000 കിലോമീറ്ററുള്ള വാഹനമാണ്. സാധാരണ ഇതിൽ ടിയാഗോയിൽ ഇങ്ങനത്തെ ഒരു കളർ നിങ്ങൾ വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുണ്ടാവുക. അപ്പോൾ ഒരു വെറൈറ്റി ആഗ്രഹിക്കുന്നവർക്ക്, ഒരു വെറൈറ്റി കളറിൽ ഒരു വാഹനം വേണ്ടവർക്ക് ഒരു അടിപൊളി വാഹനം, അതും ഡുവൽ ടോണിലൊക്കെ നിൽക്കുന്ന ബ്ലാക്കും യെല്ലോ, ഒരു ഓറഞ്ചാണ്, യെല്ലോ ആണെന്ന് പറയാൻ പറ്റില്ല, രണ്ടിനും ഇടയിൽ നിൽക്കുന്ന ഒരു വാഹനം. KL11 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. എക്സെറ്റ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതെല്ലാം കമ്പനി കൊടുക്കുന്നുണ്ട്. അലോയ്സ് വരുന്നുണ്ട്, 4 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിങ്, കമ്പനി സ്റ്റീരിയോ, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, ഡിഫോഗർ വരുന്നുണ്ട്. പെട്രോൾ എഞ്ചിനിൽ ഒരു 15 to 17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനം കൂടിയാണിത്. വേറെ കാര്യപ്പെട്ട ഡാമേജും പരിക്ക് കാര്യങ്ങളൊന്നും ഇന്റീരിയർ ഭാഗങ്ങളും എക്സ്റ്റീരിയർ ഭാഗങ്ങളും വരാത്ത ഒരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിൽ നല്ലൊരു സീറ്റോറൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ആ ഒരു യെല്ലോ സ്റ്റിച്ചിങ്ങോട് കൂടിയ ടിയാഗോ എന്നുള്ളൊരു ബാഡ്ജിങ് ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു അടിപൊളി സീറ്റോറൊക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. പിന്നെ കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം, ഹാർമണിൻ്റെ നല്ലൊരു അടിപൊളി മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ആ എക്സ്റ്റീരിയറിലെ യെല്ലോ ഭാഗം, നമ്മുടെ യെല്ലോ കളറും ആ ഡാഷ്ബോർഡിനകത്ത്, ഇന്റീരിയറിലെ ഡാഷ്ബോർഡിനകത്ത് ആ AC വെന്റിനകത്തൊക്കെ വന്നിട്ട് ഒന്നും കൂടി ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലായിട്ടുണ്ട് വാഹനം. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 60-70% ടയേഴ്സ് ഉണ്ട്. 70-ന് മുകളിൽ ടയേഴ്സ് കിടക്കുന്നുണ്ട് ഫ്രണ്ടിലൊക്കെ. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പുറം ഭാഗങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല, പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല, ക്രോസ് ബമ്പറും ഡാമേജ് ഇല്ല. പിന്നെ അതേപോലെ തന്നെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു സൈഡ് പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. വേറെ കാര്യപ്പെട്ട ഡാമേജും കാര്യങ്ങളും ഒന്നും ഇല്ലാത്ത അത്യാവശ്യം നല്ല വൃത്തിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ് 2016 മോഡലിൽ നിന്ന് ടിയാഗോ എക്സെറ്റ് എന്നുള്ള വരുന്നത് ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം. ഫുൾ ഓപ്ഷൻ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 3,50,000 രൂപ 0 ഡൗൺ പേയ്മെന്റിൽ. 3,50 നിങ്ങൾക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. 2016 മോഡലായതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനകത്ത് നെഗറ്റീവ് ഉണ്ടോ എന്നുള്ള ചെറിയ തെറ്റിദ്ധാരണ ഉണ്ടാവും. പ്രത്യേകിച്ച് നെഗറ്റീവും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വാഹനമാണ്. ഈ ഒരു കളർ ചിലപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല എന്ന് മാത്രമാണ് ഈ ഇതിൻ്റെ ഒരു വാഹനത്തിനകത്തുള്ള ചെറിയൊരു നെഗറ്റീവ്. അതുകൊണ്ട് ചെറിയൊരു പ്രൈസ് വ്യത്യാസം വന്നിട്ടുണ്ട്. 3,50,000 ആ ഒരു കാരണത്താൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഫുൾ ലോണിൽ സ്വന്തമാക്കാൻ സാധിക്കും. അതും 2016 ആയതുകൊണ്ട് 5 വർഷത്തെ മാസക്കാലയോടുകൂടി ഈ വാഹനം സ്വന്തമാക്കാം. ഏകദേശം 8 സംതിങ് വെച്ചിട്ടാണ് ഇതിന്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം 5 സ്റ്റാർ റേറ്റിംഗുള്ള മറ്റൊരു വാഹനങ്ങളും ടാറ്റ നെക്സോൺ. അതും ഇതാണ് ഓട്ടോമാറ്റിക് വാഹനമാണ്. 2018 മോഡൽ വരുന്ന ടാറ്റ നെക്സോൺ എക്സെറ്റ് പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 42,000 കിലോമീറ്റർ മറ്റൊരു വെറൈറ്റി കളറിൽ കൂടി നിൽക്കുന്ന ഒരു വാഹനം. KL02 കൊല്ലം രജിസ്ട്രേഷൻ എന്നുള്ള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാഹനം. ഹൈ ബോഡി ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം. അതും ഡുവൽ ടോണിൽ നിൽക്കുന്ന ഒരു വാഹനം. ബ്ലൂ കളറും ഒരു സിൽവറും രണ്ടും നല്ല അടിപൊളി കളർ കോമ്പിനേഷനിൽ നിൽക്കുന്നു. എക്സ്റ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി നല്ല വൃത്തിയിൽ നിൽക്കുന്ന ഒരു സൈഡ് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ വാഹനം നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ഒരു അധികം റീപെയിൻറ്റ് വർക്കോ കാര്യങ്ങളോ ഒന്നും വരാതെ ഷോറൂമിൽ നിന്ന് ഇറങ്ങിയ അതേ കണ്ടീഷനിൽ വളരെ ലോ കിലോമീറ്റർ ഓടിയിട്ട് പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള ഒരു വാഹനം. എക്സെറ്റ് പ്ലസ് എന്നുള്ള വേരിയൻ്റാണ്. എക്സെറ്റ് A+ എന്നുള്ള വേരിയൻ്റ് വാഹനം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഫുൾ ഓപ്ഷൻ വേരിയന്റ് എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പ്രൊജക്ട് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഫോഗ് ലാംപ്സ് വരുന്നുണ്ട്, പിന്നെ ഫ്രണ്ടിലൊക്കെ സെൻസർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പനി സ്റ്റീരിയോ, ഡാഷ് ക്യാം ഇതിനകത്ത് അഡീഷണലി ഫിറ്റഡ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് AC വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്. അങ്ങനെ ഒരു വാഹനത്തിന് എന്തൊക്കെ ഫീച്ചേഴ്സ് ആവുകയാണോ സൺറൂഫ് വെച്ച് ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. അലോയ്സ് തുടങ്ങിയിട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ പാർക്കിംഗ് സെൻസർ, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് വരെ സെൻസർ കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലുത് ഡാഷ് ക്യാം അടക്കം ഇതിനകത്ത് ഫിറ്റഡ് ആണ്. പിന്നെ ചെറിയൊരു ഡിസ്പ്ലേ കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ, റിവേഴ്സ് ക്യാമറ തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഗിയർ ലിവറിനകത്തൊക്കെ ഒരു ചെറിയൊരു ഷർട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടി വാഹനം മനോഹരമാക്കിയാണ്. ആ ഗിയർ ലിവറിൻ്റെ പിന്നെ സാധാരണ ഇതിൽ ഈ ഒരു ഗിയർ ലിവറിൻ്റെ ഒരു ഭാഗം ഡാമേജ് ആയി പോകാറുണ്ട്, റബ്ബർ ഡാമേജ് ആയി പോകാറുണ്ട്. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ ആയിട്ടായിരിക്കും മേ ബി ഇതിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്രശ്നം ടാറ്റയുടെ എല്ലാ വാഹനങ്ങൾക്കും, ടിയാഗോ, നെക്സോൺ, അൾട്രോസ് തുടങ്ങിയിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും ഈ ഒരു ഗിയർ ലിവറിൻ്റെ ഈ ഒരു റബ്ബർ ഡാമേജ് ആയി പോകുന്നൊരു പ്രശ്നം സാധാരണ ഇതിൽ കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ടാറ്റയുടെ വാഹനം യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ, ഓട്ടോമാറ്റിക് വാഹനം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആവും. ഇത്തരത്തിലൊരു കവറിങ് ഇട്ട് കഴിഞ്ഞാൽ അതൊരു വേറെ ഒന്നും കൂടി ഒരു വാഹനത്തിന് ലുക്കും ലഭിക്കും. പിന്നെ അതേപോലെ തന്നെ പിന്നെ റബ്ബർ നാശമായി കംപ്ലൈൻ്റ് ആയി പോവാതിരിക്കാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സംഭവം, ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ആ സിൽവർ കോമ്പിനേഷൻ നിങ്ങൾക്ക് സീറ്റോറിനകത്തൊക്കെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഡാഷ്ബോർഡിനകത്തും നല്ല വൃത്തിയിൽ നിൽക്കുന്നൊരു ഗ്രാഫിക് ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട്, കീലെസ് എൻട്രി വരുന്നുണ്ട്. അങ്ങനെ എടുക്കുന്ന ഒരാൾക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ആക്സറീസോ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഫ്ലോർ മാറ്റ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ടോ നോക്കണം. ഫ്ലോർ മാറ്റ് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വന്നിട്ട് 70 മാറ്റ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒത്തിണങ്ങിയ അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ അതും കിട്ടുന്ന AMT ഗിയർ ബോക്സിൽ ഇരുന്നൊരു ഓട്ടോമാറ്റിക് വാഹനമാണ് ഈ നെക്സോൺ എക്സെറ്റ് പ്ലസ് 2018 മോഡൽ വരുന്നൊരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്നൊരു വാഹനം. ഒരു ആവറേജ് ടയർ കണ്ടീഷനും ഈ ഒരു വാഹനത്തിനകത്തുണ്ട്.
ഏറ്റവും വലിയ എടുത്ത് പറയുന്നതിൻ്റെ ഒരു ബോഡി ക്വാളിറ്റി ഉണ്ട്. അതിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമ്മൾ വെട്ടി തിളങ്ങുന്ന രീതിയിൽ ആ ഒരു ബോഡി ക്വാളിറ്റി നിൽക്കുന്നു. ഷോറൂമിൽ നിന്ന് ഇറങ്ങി അതേ കണ്ടീഷനിൽ നിൽക്കുന്നു. എഞ്ചിൻ ഭാഗം കൂടി കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അപ്രോണോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ പേസ്റ്റിംഗ് കാര്യങ്ങളൊന്നും ഇവിടെയും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നും തന്നെ പറയാനില്ലാത്ത നല്ല വൃത്തിയിൽ നിൽക്കുന്ന ഒരു ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ നിന്നൊരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം 6,60,000 രൂപയ്ക്ക്. ഒരു 6 ലക്ഷം വരെ ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. ഒരു 70,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി ഓട്ടോമാറ്റിക്, അതും നല്ല 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗോട് കൂടിയ ഒരു നെക്സോൺ സ്വന്തമാക്കാൻ സാധിക്കും. ലോ കിലോമീറ്റർ ഓടിയുള്ള ഒരു വാഹനം. 5 വർഷത്തേക്കാണ് ഇതിന്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 13 സംതിങ് വെച്ചിട്ടാണ് ഇതിന്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം മാരുതിയുടെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെന്റ് വാഹനമാണ് മാരുതി സുസുക്കി ബലേനോ ഡെൽറ്റ വേരിയന്റ് പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം. 2018 മോഡൽ വരുന്ന വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 85,000 കിലോമീറ്റർ ഓടിയുള്ള KL01 തലസ്ഥാന നഗര ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. ഡെൽറ്റ എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ വേരിയന്റാണ്. അത്യാവശ്യം ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം. പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുണ്ട്. പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ 15 to 17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന 1200 cc വരുന്ന എഞ്ചിനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. ഡെൽറ്റ എന്നുള്ള വേരിയന്റിൽ കൊടുക്കുന്ന ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 4 door പവറിന്റെ AC പവർ സ്റ്റാരിംഗ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് ആണ് കൊടുക്കുന്നത്. ബാക്ക് റോക്ക് നോക്കുകയാണെങ്കിൽ ഡിഫോഗർ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്ക് വൈപ്പറും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ റിവേഴ്സ് പാർക്കിംഗ് സെൻസറും ഡെൽറ്റ എന്നുള്ള വേരിയന്റിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ആക്സറീസ് ആയിട്ട് ഇതിനകത്ത് നല്ലൊരു അലോയ്സ് ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. അത് മാരുതിയുടെ സ്വന്തം നമ്മുടെ സ്വിഫ്റ്റിനകത്തൊക്കെ വരുന്ന ആ സെയിം അലോയ്സ് ആണ് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ സീറ്റ് കവർ ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബേസിക്കലി ഒരു അത്യാവശ്യം ഒരു വാഹനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് പിന്നെ കമ്പനി കൊടുത്തിട്ടുണ്ട്. പ്ലസ് അഡീഷണലി ആക്സറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ ഭാഗം നമുക്ക് നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിൽ വാഹനം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി സ്റ്റാരിംഗ് കവർക്ക് വന്നിട്ടുണ്ട്. ഒരു മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കുറഞ്ഞിട്ടുള്ള പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണ് ബലേനോ എന്നുള്ള വാഹനം. ഒരു 15 to 17 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ 4 പുത്തൻ ടയേഴ്സാണ് ഇതിനകത്ത് കിടക്കുന്നത്. ഫുൾ കട്ട ടയേഴ്സ് കിടക്കുന്നുണ്ട്. എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. അപ്പുറമുള്ള കാര്യങ്ങൾ പേസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും വേറെ കാര്യപ്പെട്ട ഡാമേജ് ഇല്ല. ഫ്രണ്ടറിൻ്റെ ഈ സൈഡിൽ ഈ പേസ്റ്റിംഗ് നോക്കി കഴിഞ്ഞാലും സ്റ്റോക്ക് കണ്ടീഷനാണ്. ക്രോസ് ബമ്പർ നോക്കി കഴിഞ്ഞാൽ നമ്പേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. വേറെ ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ബോണ്ടിൻ്റെ പേസ്റ്റിംഗ് കാര്യങ്ങൾക്ക് ബോണ്ടും ഡാമേജ് കാര്യങ്ങളും ഒന്നുമില്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ്. 2018 മോഡൽ വരുന്ന ഈ ബലേനോ ഡെൽറ്റ എന്നുള്ള വേണ്ടി പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം 5,60,000 രൂപക്ക്. ഒരു 5,25,000 5 to 5,25 വരെ നമുക്ക് ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ നിന്ന് പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഫാമിലിക്ക് 5 ആൾ ഇറങ്ങിയ ഒരു ഫാമിലിക്ക് സുഖമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു വാഹനം കൂടിയാണിത്. 5 വർഷത്തേക്കാണ് ഇതിന്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 11 സംതിങ് ഒരു 12 രൂപ റേഞ്ചിലാണ് ഇതിന്റെ EMI വരിക. നമ്മുടെ അടുത്ത വാഹനം ടയോട്ടയുടെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെന്റ് വാഹനം ടയോട്ട എത്തിയോസ് ലിവ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന വാഹനം. സിംഗിൾ ഓണർഷിപ്പിൽ 86,000 കിലോമീറ്റർ ഓടിയുള്ള G എന്നുള്ള വേരിയന്റിൽ 2013 മോഡൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. സെക്കൻഡ് ഓണർഷിപ്പാണ് KL 22 കഴക്കൂട്ടം രജിസ്ട്രേഷൻ വരുന്ന വാഹനം. പെട്രോൾ ആയതുകൊണ്ട് മെയിൻ്റനൻസിനെ പറ്റി ചിന്തിക്കും. ഡീസലിന് സാധാരണ ഇതിൽ മെയിൻ്റനൻസ് വളരെ കുറവാണ്. പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ ഒട്ടും മെയിൻ്റനൻസ് നോക്കിയേ വേണ്ടാത്തൊരു വാഹനമാണ് എത്തിയോസ് ലിവയുടെ പെട്രോൾ എഞ്ചിനിൽ നിൽക്കുന്ന ഒരു വാഹനം. ഒരു ഏകദേശം ഒരു 13 to 15 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന 1200 cc വരുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. G എന്നുള്ള വേരിയന്റ് ആയതുകൊണ്ട് തന്നെ മിഡിൽ ഓപ്ഷൻ വേരിയന്റ് ആണ്. ഇതിൻ്റെ തൊട്ട് മുകളിൽ V വരുന്നുണ്ട്. അത്യാവശ്യം ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. 4 door പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, സെൻട്രൽ ലോക്കിംഗ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ബേസിക്കലി ഒരു വാഹനത്തിന് വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളാണ് കമ്പനി ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുള്ളത്. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 70-80% ടയേഴ്സ് കിടക്കുന്നുണ്ട്. 80-ന് മുകളിൽ കിടക്കുന്നുണ്ട്. വേറെ എക്സ്റ്റീരിയർ പ്രൊഫൈൽ നോക്കുകയാണെങ്കിൽ ഡാമേജും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ രീതിയിൽ ബമ്പറിനകത്തൊക്കെ റീപെയിൻറ്റ് ഉണ്ടെന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ വേറെ പരിക്ക് കാര്യങ്ങൾ ഡാമേജ് കാര്യങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ല. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും നല്ല സീറ്റ് വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സീറ്റ് വർക്ക് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചറൊക്കെ സാധാരണ ഇതിൽ ഈ ഒരു G എന്നുള്ള വേരിയന്റിനകത്ത് വരാത്തതാണ്. പക്ഷേ ഇതിനകത്ത് ഡുവൽ എയർ ബാഗ് വന്നിട്ടുണ്ട്. എനിക്ക് G സ്പെഷ്യൽ എഡീഷൻ ആയിട്ട് ഇറങ്ങിയതായിരിക്കും. അതുകൊണ്ടാണ് ഇതിനകത്ത് സേഫ്റ്റി ഫീച്ചർ എയർ ബാഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ABS ഉണ്ടോ അല്ലേ നമുക്ക് ബോണ്ട് തുറക്കുന്ന സമയത്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇന്റീരിയർ ഭാഗത്ത് വേറെ ഡാമേജും പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നു. ആ ഒരു ബീജ് കളർ ആയതുകൊണ്ട് തന്നെ വാഹനത്തിന് നല്ലൊരു അട്രാക്ഷൻ, ഇന്റീരിയർ അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഡോർ പാഡ് കാര്യങ്ങൾക്കൊന്നും പരിക്ക് കാര്യങ്ങളോ ഡാമേജ് ഒന്നുമില്ല. നല്ല ക്വാളിറ്റിയിൽ വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാൻ പറ്റും. എഞ്ചിൻ ഭാഗം കാണിക്കാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിലും ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. എയർ ഫിൽറ്ററിൻ്റെ പിന്നെ ഇതൊന്നും പ്ലാസ്റ്റിക് മെറ്റീരിയലിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് ഇല്ല.
പേസ്റ്റിങ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല, അപ്രോണോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും അതേ കണ്ടീഷൻ തന്നെ, പേസ്റ്റിങ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ലാതെ, പഞ്ചിങ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ലാത്ത നല്ല ഒരു വൃത്തിയിൽ നിൽക്കുന്ന, നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 3,95,000 രൂപക്ക്. ഒരു 3.5 ലക്ഷം വരെ ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ ചെറിയൊരു ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയൊരു വാഹനം കൂടിയാണ് എത്തിയോസ് ലിവ ജി എന്നുള്ള 2013 മോഡൽ നിൽക്കുന്ന ഒരു വാഹനം. 2013 ആയതുകൊണ്ട് നമുക്ക് 3 വർഷത്തേക്കാണ് ഇതിന്റെ EMI സൗകര്യം ലഭിക്കുന്നത്. ഏകദേശം ഒരു 9 രൂപ റേഞ്ചിലാണ് ഇതിന്റെ EMI വരിക. നമ്മൾ അടുത്ത വാഹനം CVT ഗിയർ ബോക്സിൽ നിന്നൊരു ഓട്ടോമാറ്റിക് വാഹനമാണ്. 2016 മോഡൽ ഫോർഡ് എക്കോസ്പോർട്ട് ടൈറ്റാനിയം എന്നുള്ള വേരിയന്റ്, സെക്കൻഡ് ഓണർഷിപ്പിൽ 85,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള KL41 ആലുവ രജിസ്ട്രേഷനിൽ നിന്നൊരു ബ്ലാക്ക് ബ്യൂട്ടിയിൽ നിൽക്കുന്ന ഒരു വാഹനം. ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ് ടൈറ്റാനിയം എന്നുള്ള വേരിയന്റാണ്. CVT ഗിയർ ബോക്സ് ആണ്. പെർഫോമൻസിൽ യാതൊരു കുറവില്ല. കാല് വെച്ച് കഴിഞ്ഞാൽ വാഹനം പറക്കും. അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കാര്യങ്ങൾ അതും വരുന്ന അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. ടൈറ്റാനിയം എന്നുള്ള വേരിയന്റ് ആയതുകൊണ്ട് തന്നെ അലോയ് വീൽസ്, പ്രൊജക്ട് ഹെഡ് ലാമ്പ്, മിറർ ഇൻഡിക്കേറ്റർ, മിറർ ഫോൾഡിംഗ്, കമ്പനി സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഓട്ടോ ക്ലൈമറ്റ് AC, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സേഫ്റ്റി ഫീച്ചർ ആയിട്ട് എയർ ബാഗ്, ABS, പുഷ് ബട്ടൺ സ്റ്റാർട്ട്, കീലെസ് എൻട്രി, അങ്ങനെ എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ടൈറ്റാനിയം എന്നുള്ള വേരിയന്റിനകത്ത് കമ്പനി ഇൻബിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. 4 പുത്തൻ ടയേഴ്സ് ഈ ഒരു വാഹനത്തിനകത്ത് കിടക്കുന്നുണ്ട്. ബ്ലാക്ക് കളർ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ലൊരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. ഒന്നുകൂടി സെറാമിക് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ വാഹനം ഒന്നും കൂടി എടുത്ത് കാണിക്കും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത കൂടി. എക്സ്റ്റീരിയർ ഭാഗങ്ങൾ കാര്യപ്പെട്ട നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാനില്ല, പരിക്ക് കാര്യങ്ങളൊന്നും വരാത്ത ഒരു വാഹനം കൂടിയാണിത്. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. കമ്പനി കവർ തന്നെയാണിത്, പക്ഷേ നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നു. ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നു. ഗിയർ ലിവറിന്റെ പിന്നെ ഈ റബ്ബർ ബുഷ് കടിച്ച് ഡാമേജ് അല്ലെങ്കിൽ പൊട്ടിച്ച് ഡാമേജ് ആക്കിയിട്ടുണ്ടെന്ന് ചെറിയൊരു നെഗറ്റീവ് ഉണ്ട്. അത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. സേഫ്റ്റി ഫീച്ചർ ആയിട്ട് എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങൾ എല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെന്റ്, മിറർ ഫോൾഡിങ്, അങ്ങനെ ഒരു വാഹനത്തിന് ബേസിക്കലി എന്തൊക്കെ ഫീച്ചേഴ്സോ വേണോ അതെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് കമ്പനി ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. ടൈറ്റാനിയം എന്നുള്ള വേരിയന്റിനകത്ത് എഞ്ചിൻ ഭാഗം കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെങ്കിൽ അപ്രോൺ ഭാഗങ്ങൾക്ക് ചേസിനോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ക്രോസ് ബമ്പർ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ഈ ഒരു സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നും വരുന്നില്ല. വേറെ കാര്യപ്പെട്ട പ്രശ്നങ്ങൾ കാര്യങ്ങൾ ഒന്നുമില്ലാത്ത നല്ലൊരു ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനം തന്നെയാണ്. ഈ ഭാഗത്ത് എന്തോ ഒരു നീല കവർ കാണിക്കുന്നുണ്ടല്ലോ, ഇതെന്താ സംഭവം എന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫ്രണ്ടിൻ്റെ ഉൾഭാഗത്ത് മേ ബി ചിലപ്പോൾ വയറിന്ന് കട്ടാക്കാൻ വേണ്ടിയാണ്ട് ഉറുമ്പ് ശല്യം അല്ലെങ്കിൽ മറ്റുള്ള എലികളൊന്നും കയറാതെക്കാൻ വേണ്ടിയിട്ട് വെച്ചതാവാനാണ് ചാൻസ്. ആ ഭാഗത്ത് അങ്ങനെ ഒരു ഒളിപ്പിച്ച് വെച്ച പോലെ ഈ ഒരു സൈഡിലും സാധനം വരുന്നുണ്ട്. ഇനി ഇത് കമ്പനി തന്നെ കൊടുക്കുന്ന സാധനമാണോ എന്നുള്ളത് എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. 2 ഫ്രണ്ടിൻ്റെ ഉള്ളിലും ഒരു ബ്ലൂ ബാഗ് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ എഞ്ചിൻ ഭാഗങ്ങളിലൊന്നും പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. അപ്രോൺ ചേസോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. വോണറ്റിന് ഒന്നും ഡാമേജോ പരിക്കോ കാര്യങ്ങളോ ഒന്നുമില്ലാത്ത നല്ല പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ലഭിക്കുന്ന ഒരു ഓട്ടോമാറ്റിക് നല്ല റൈഡിങ് കംഫർട്ടാണ് എക്കോസ്പോർട്ടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്ക് യാത്രാ കംഫർട്ട് എത്ര ലോങ് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ഷീണോ ഫീലോ അങ്ങനത്തെ ഒരു നെഗറ്റീവ്സ് നമുക്കൊന്നും ഇന്റീരിയറിൽ ഫീൽ ചെയ്യാത്ത ഒരു വാഹനമാണ് എക്കോസ്പോർട്ട് എന്നുള്ള ഫോർഡിൻ്റെ വാഹനം. അതുകൊണ്ടാണ് ഫോർഡ് എന്നുള്ള ഒരു വാഹനം പ്രൊഡക്ഷൻ നിർത്തിയിട്ട് പോലും എക്കോസ്പോർട്ടിൻ്റെ ഡിമാൻഡ് കൂടെ മാത്രം ചെയ്തിട്ടുള്ളൂ. ഒരിക്കലും ഒരു അനക്കം പോലും പിന്നോട്ട് വാഹനം പിന്നെ ഇറങ്ങിയിട്ടില്ല. ഇന്നും ആവശ്യക്കാർ എത്രയോ പേര് നമ്മൾ നിരന്തരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എക്കോസ്പോർട്ട് സ്റ്റോക്ക് ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനം 16 മോഡൽ വരുന്ന വാഹനം ടൈറ്റാനിയം എന്നുള്ള CVT ഗിയർ ബോക്സിലിരുന്ന ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ നിന്ന് ഒരു വാഹനം നിങ്ങൾ സ്വന്തമാക്കാം 5,50,000 രൂപക്ക്. ഒരു 5 ലക്ഷം വരെ ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അപ്പോൾ 50,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സ്വന്തമാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഓട്ടോമാറ്റിക് ഒരു വാഹനം. 5 വർഷത്തേക്കായിരിക്കും ഇതിന് EMI സൗകര്യം ലഭിക്കുന്നത്. 11 to 12 രൂപയാണ് EMI ആയിരിക്കും. നമ്മൾ അടുത്ത വാഹനം ഒരു ലോ ബഡ്ജറ്റിൽ ഇരുന്ന വാഹനമാണ്. ഇതും ഡീസൽ എഞ്ചിനിൽ വാഹനം മാരുതി സുസുക്കി സ്വിഫ്റ്റ് VD എന്നുള്ള വേരിയന്റ് വാഹനം. 2008 മോഡൽ വരുന്ന വാഹനമാണ്. KL57 കൊടുവള്ളി രജിസ്ട്രേഷനിൽ വരുന്ന വാഹനം. VD എന്ന് പറഞ്ഞാൽ മിഡിൽ ഓപ്ഷൻ വേരിയന്റാണ്. ഡീസൽ എഞ്ചിൻ 1.2 ലിറ്ററിൽ വരുന്ന ഡീസൽ എഞ്ചിൻ. ഒരു 17 to 18 റേഞ്ചിൽ നമുക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ബേസിക്കലി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന 4 പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ് വരുന്ന ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പുതിയ പേപ്പർ എടുത്തിട്ടുള്ള 2028 വരെ പേപ്പർ എടുത്തിട്ടുള്ള വാഹനം. അലോയ്സ് ഒക്കെ ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. നല്ലൊരു ബോഡി കണ്ടീഷനിൽ നിൽക്കുന്നു. അത്യാവശ്യം നല്ല പെയിൻ ക്വാളിറ്റിയിൽ വാഹനം നിൽക്കുന്നുണ്ട്. എക്സ്റ്റീരിയറിലൊന്നും കാര്യപ്പെട്ട റീപെയിൻറ്റ് വർക്ക് കാര്യങ്ങളല്ലാതെ വേറെ പ്രത്യേകിച്ച് നെഗറ്റീവ്സ് പറയാനില്ല. പിന്നെ അതേപോലെ ടൈൽ ലാമ്പ് കാര്യങ്ങളെല്ലാം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്നു. അതേപോലെ തന്നെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 80% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. അത്യാവശ്യം ഫുൾ കട്ട ടയേഴ്സ് തന്നെ പറയാം. ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റ് കവറൊക്കെ ഇതിനകത്ത് അഡീഷണലി ചെയ്തിട്ടുണ്ട്. സോണിയുടെ സ്റ്റീരിയോ ഒക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ചെറിയ റീപ്ലേസ്മെന്റ് വാഹനത്തിന് ഞാൻ ഫ്രണ്ടിൽ കാണിച്ചു തരാം. ബോണറ്റ് അങ്ങനത്തെ കുറച്ച് കോമ്പൺസ് റീപ്ലേസ് വന്നിട്ടുണ്ട് 2008 മോഡലായതുകൊണ്ട്. പക്ഷേ ഇന്റീരിയർ ഭാഗങ്ങളിലൊന്നും വേറെ കാര്യപ്പെട്ട പരിക്ക് കാര്യങ്ങളൊന്നുമില്ല. നല്ല വൃത്തിയിൽ സോണിൻ്റെ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ ഭാഗം ജസ്റ്റ് കാണിച്ചു തരാം.
എഞ്ചിൻ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അപ്രോൺ ഭാഗങ്ങൾക്കാർക്കൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷേ ക്രോസ് ബമ്പർ ഇതിൻ്റെ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓൾറെഡി റീപ്ലേസറാണ്. പക്ഷേ ഈ ഒരു രണ്ട് സൈഡും അപ്രോണിലേക്കൊന്നും പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ബോണറ്റിൻ്റെ പേസ്റ്റിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോണറ്റ് പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം ഒറിജിനൽ പേസ്റ്റിംഗ് തന്നെയാണ് വന്നിട്ടുള്ളത്. ഗ്ലാസ് 2008 ഗ്ലാസ് തന്നെയാണ് മാറിയിട്ടില്ല. 2008 ഗ്ലാസ് തന്നെ 8 എന്നുള്ള കോഡ് ബാർ കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഫ്രണ്ടിലെ പോർഷനിൽ വരുന്ന പിന്നെ ക്രോസ് ബമ്പർ അത്തരത്തിലുള്ള കുറച്ച് പീസുകൾ റീപ്ലേസ് ഉണ്ട് എന്നല്ലാതെ വേറെ കാര്യപ്പെട്ട നെഗറ്റീവ്സ് കാര്യങ്ങളൊന്നും പറയാനില്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ നിൽക്കുന്ന ഒരു വാഹനമാണ് 2008 മോഡൽ സ്വിഫ്റ്റ് VDI വേരിയൻ്റ് എന്ന വാഹനം. ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 1,55,000 രൂപയ്ക്ക്. 1,55,000 ഇതിൻ്റെ നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഫിനാൻസ് സൗകര്യം കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് പ്രയാസമാണ്. 2008 മോഡലായതുകൊണ്ട് ഫിനാൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. 1,55,000 ഇതിൻ്റെ നെറ്റ് പ്രൈസ് ആയിട്ട് വരുന്നത്. നമ്മുടെ അടുത്ത വാഹനം ഹാച്ച് ബാക്ക് സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് ലഭിക്കുന്ന ഒരു ഡീസൽ എഞ്ചിനിൽ വരുന്ന വാഹനമാണ് ഹ്യുണ്ടായി ഗ്രാൻഡ് ഐറ്റൺ 2015 മോഡൽ വരുന്ന ആസ്റ്റ എന്നുള്ള വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ 1 lakh above കിലോമീറ്റർ ഓടിയിട്ടുള്ള KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷനിൽ വരുന്ന അടിപൊളി കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. ആസ്റ്റ എന്നുള്ള വേരിയന്റ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ് എല്ലാവിധ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് 3 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 22 കിലോമീറ്റർ നിങ്ങൾക്ക് ഷുവർ ഡീസലിൽ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണത്. 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് എഞ്ചിന് പിന്നെ സ്റ്റാർട്ടിങ്ങിൽ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യുന്നു. അത് മാത്രമേ ചെറിയൊരു നെഗറ്റീവ് ആയിട്ട് ഈ ഒരു വാഹനത്തിനകത്ത് പറയാനുള്ളൂ. പക്ഷേ അതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ചെറിയ രീതിയിലൊരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ 22 കിലോമീറ്റർ ഡീസൽ ഈ ഒരു സെഗ്മെന്റിൽ മൈലേജ് ലഭിക്കുന്ന ഒരു വേറെ വാഹനം ഇല്ല എന്ന് പറയാം. ആസ്റ്റ എന്നുള്ള വേരിയന്റ് ആയതുകൊണ്ട് തന്നെ അലോയ്സ്, അതേപോലെ തന്നെ ഫോഗ് ലാംപ്സ്, മിറർ അഡ്ജസ്റ്റ്മെന്റ്, ബട്ടൺ സ്റ്റാർട്ട്, അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്, ബാക്ക് വൈപ്പർ, ഡിഫോഗർ തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു വാഹനത്തിനകത്ത് വരുന്നുണ്ട്. റിവേഴ്സ് പാർക്കിംഗ് സെൻസർ വരുന്നുണ്ട്. അങ്ങനെ CRD എഞ്ചിനിൽ വരുന്ന അത്യാവശ്യത്തിലധികം ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വാഹനമാണ് 2015 മോഡൽ വരുന്ന ഈ ഗ്രാൻഡ് ഐറ്റൺ. ടയർ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 60% 4 ടയേഴ്സും കിടക്കുന്നുണ്ട്. ഇന്ത്യയുടെ ഭാഗത്തേക്ക് കിടക്കുകയാണെങ്കിൽ സീറ്റ് കവറൊക്കെ അതിനകത്ത് അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെറിയ രീതിയിൽ ഡാമേജ് ആയിട്ടുണ്ട്. കമ്പനി കവറിന് പുറമെ അഡീഷണൽ ചെയ്ത കവറാണത്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. സേഫ്റ്റി ഫീച്ചറായിട്ട് എയർ ബാഗും ABS ഒന്നും ആസ്റ്റ എന്നുള്ള വേരിയന്റിനകത്ത് പോലും ഹ്യുണ്ടായി അന്ന് കൊടുത്തിട്ടില്ല എന്നൊരു വളരെയധികം ഒരു നെഗറ്റീവായിട്ട് തോന്നുന്നു. കാരണം ആസ്റ്റ എന്നുള്ള വേരിയന്റിനകത്ത് ഒരു എയർ ബാഗ് ABS ഒക്കെ കൊടുക്കാമായിരുന്നു തോന്നി. പിന്നെ അതേപോലെ എഞ്ചിൻ സൈഡ് ജസ്റ്റ് കാണിച്ചു തരാം. എഞ്ചിൻ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിലും അപ്രോണോ കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. 2022 9 മാസം റീപ്ലേസ് ചെയ്തിട്ടുള്ള ബാറ്ററിൻ്റെ ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് അല്ലെങ്കിൽ ഡീസൽ ലീക്ക് കാര്യങ്ങളൊന്നുമില്ല. ഈ ഒരു ജർക്കിങ് സാധാരണ സ്റ്റാർട്ടിങ് ചെയ്ത് കഴിഞ്ഞാൽ 3 സിലിണ്ടർ എഞ്ചിൻ ആയതുകൊണ്ട് ഈ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ, എയർ ഫിൽറ്ററിൻ്റെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ചെറുതായിട്ടൊരു ജർക്കിങ് ഫീൽ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അത് മാത്രമാണ് ചെറിയൊരു നെഗറ്റീവ് ഉള്ളത്. പക്ഷേ 22 കിലോമീറ്റർ മൈലേജ് ആ 3 സിലിണ്ടർ ചെറിയ വർക്കിംഗ് ഉണ്ടെങ്കിലും 22 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നതുകൊണ്ട് അതൊക്കെ നമുക്ക് കോമ്പൻസേറ്റ് ആവുന്നേ ഉള്ളൂ. പിന്നെ അതേപോലെ ഈ സൈഡ് പേസ്റ്റിംഗ് നോക്കുകയാണെങ്കിലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. എല്ലാം സ്റ്റോക്ക് കണ്ടീഷനിൽ നിൽക്കുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പിൽ പ്രോപ്പർ സർവീസ് കാര്യങ്ങൾ എല്ലാം പോയിട്ടുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 3,25,000 രൂപക്ക്. 2,75 വരെ ഇതിനകത്ത് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 4 വർഷത്തെ മാസക്കാലയളവോടുകൂടി 48 മാസത്തെ EMI സൗകര്യം നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഏകദേശം 7,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI വരിക. നമ്മൾ അടുത്ത വാഹനം മാജിയുടെ മറ്റൊരു ഹാച്ച് ബാക്ക് സെഗ്മെന്റ് വാഹനം. അത് അത്യാവശ്യം മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം കൊണ്ടുള്ള നല്ല മൈലേജ് ഉള്ള നല്ല ഇന്റീരിയർ സ്പേസ് ഒക്കെ ഉള്ള എസ്പ്രസോ 2021 മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വളരെ ലോ കിലോമീറ്റർ, വെറും 22,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള VXI പ്ലസ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ്. VXI പ്ലസ് ആണ് എസ്പ്രസോയിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വേരിയന്റ്. KL08 തൃശ്ശൂർ രജിസ്ട്രേഷനിൽ നിന്ന് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന നല്ല ഷോറൂം കണ്ടീഷനിൽ നിൽക്കുന്ന ഒരു വാഹനം. VXI പ്ലസ് ആയതുകൊണ്ട് തന്നെ 2 ഡോർ പവറിൻ്റെ AC പവർ സ്റ്റാരിംഗ്, കമ്പനി സ്റ്റീരിയോ, സ്റ്റിയറിംഗ് കൺട്രോൾസ്, സെൻട്രൽ ലോക്കിംഗ് തുടങ്ങിയിട്ടുള്ള ബേസിക്കലി വേണ്ട ഫീച്ചേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. സേഫ്റ്റി ഫീച്ചറായിട്ട് എയർ ബാഗും ABSും ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഒരു 20,000 കിലോമീറ്റർ ഓടാനുള്ള ടയേഴ്സും ബാലൻസ് കിടക്കുന്ന ഏകദേശം ഒരു 50% ടയേഴ്സും ബാലൻസ് കിടക്കുന്ന ഒരു വാഹനം കൂടിയാണിത്. വേറെ പരിക്കോ കാര്യങ്ങളൊന്നും ഡാമേജ് കാര്യങ്ങളൊന്നും എക്സ്റ്റീരിയർ ഭാഗങ്ങളോ ഇന്റീരിയർ ഭാഗങ്ങളോ വരാത്തൊരു വാഹനം കൂടിയാണിത്. നല്ല ഇന്റീരിയർ സ്പേസിൽ നല്ലൊരു ഹൈറ്റിൽ നിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ എസ്പ്രസോയുടെ പ്രത്യേകത. കാരണം വാഗണറിൻ്റെ ഒരു ചെറിയ അനിയനായിട്ട് അല്ലെങ്കിൽ എലാപ്പയായിട്ട് അല്ലെങ്കിൽ അനിയനായിട്ട് വരുന്നൊരു വാഹനമാണ് എസ്പ്രസോ. കാരണം നമുക്ക് ആ ഒരു ബോണറ്റിൻ്റെ അറ്റം കറക്റ്റ് കണ്ടുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഏതൊരു ചെറിയൊരു ഒതുങ്ങിയൊരു വാഹനം ആയതുകൊണ്ട് തന്നെ ട്രാഫിക്കിലൊക്കെ നമുക്ക് സുഖമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. എസ്പെഷ്യലി ലേഡീസിനൊക്കെ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യാൻ പറ്റിയ ഒരു വാഹനമാണ് എസ്പ്രസോ. ഇതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് വാഹനവും നമ്മുടെ സ്റ്റോക്ക് അവൈലബിൾ ഉണ്ട്. ഡുവൽ എയർ ബാഗും ABS ഒക്കെ ഈ ഒരു വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഒക്കെ ഇതിനകത്ത് കമ്പനി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ലെഗ് സ്പേസ് ഉണ്ടെന്നാണ് ഏറ്റവും വലിയ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത. പിന്നെ താരതമ്യം മെയിൻ്റനൻസ് കാര്യങ്ങളെല്ലാം മാരുതിയുടെ വാഹനം ആയതുകൊണ്ട് വളരെ കുറവായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു ഹൈലൈറ്റ്. എഞ്ചിൻ ഭാഗം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു ഡാമേജോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ക്രോസ് ബമ്പർ ഡാമേജ് ഇല്ല. ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. 3 സിലിണ്ടർ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിനകത്ത് വന്നിട്ടുള്ളത്. ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിലും പേസ്റ്റിംഗ് കാര്യങ്ങൾക്കൊന്നും ഡാമേജ് ഇല്ല. ABS കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. വേറെ കാര്യപ്പെട്ട നെഗറ്റീവ്സ് കാര്യങ്ങൾ ഒന്നും പറയാനില്ലാത്ത അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം 4,60,000 രൂപ നെറ്റ് പ്രൈസോടുകൂടി. ഒരു 4 to 4 25 രൂപ റേഞ്ചിൽ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ആണ്. അതും 5 വർഷത്തെ മാസക്കാലയളവോടുകൂടി. ഏകദേശം ഒരു 10 to 10,500 റേഞ്ചിലാണ് ഇതിൻ്റെ EMI. ഇത്രയൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ മാക്സിമം ഷെയർ
ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ വാഹന സംബന്ധമായ എന്ത് സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ മറന്നു വരുത്തി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. സെയിം വീഡിയോ നമ്മൾ ഫേസ്ബുക്ക് പേജും അതേപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ നമ്മൾ ഡെയിലി വൈസ് അപ്ഡേഷൻസ് കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീഡിയോസ് കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യുന്ന നമ്മൾ എടുക്കുന്ന എല്ലാ വീഡിയോസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പുതിയ പുതിയ വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഡെയിലി ബേസ് കിട്ടുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോയിൽ 10-12 വാഹനങ്ങളാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. മാനുവലും ഓട്ടോമാറ്റിക്കും 7 സീറ്റും 5 സീറ്റും എല്ലാ വാഹനങ്ങളും നമ്മൾ കാണിച്ചു. ഓൾ കേരള ഫിനാൻസ് ഫെസിലിറ്റി, ഓൾ കേരള ഡെലിവറി തുടങ്ങിയിട്ടുള്ള എല്ലാ സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരുന്ന സ്പാനിഷ് സൈനിങ് ഔട്ട്. ബൈ.